എവ്രിവൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ മാരേജ് ആണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് മാരേജ് ആണ്. ഇന്ത്യയിൽ എന്നല്ല, എല്ലാ കൺട്രീസിലും നടക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ഇന്ത്യൻ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒന്ന് ചേർച്ച് വെഡ്ഡിങ്, അല്ലെങ്കിൽ ടെമ്പിൾ വെഡ്ഡിങ്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിംസിൽ നടക്കുന്ന വെഡ്ഡിങ്സ് മീൻസ് റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ് നടക്കുന്നുണ്ട്. ആൻഡ് ഈവൻ ഇൻ്റർകാസ്റ്റ് ആണെങ്കിൽ പോലും അവിടെ എന്തുണ്ട്, ഇപ്പോൾ ഈവൻ ഓരോ ചേർച്ച് വെഡ്ഡിങ്ങും ടെമ്പിൾ വെഡ്ഡിങ്ങും കൂടി ഒരുമിച്ചുള്ളതുണ്ട്. അങ്ങനെ ടൈപ്പ് ഓഫ് വെഡ്ഡിങ് കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ മാരേജ് ആണ്. അതായത് വെരി സിമ്പിൾ, നമ്മളെ രജിസ്റ്റർ മാരേജ് ഇല്ലേ, അതാണ് സംഭവം. ഇപ്പോഴത്തെ ഡേ ടു ഡേ ലൈഫിൽ ഇനി ട്രെൻഡിങ് ആവുന്ന ടൈപ്പ് ഓഫ് മാരേജ് ആയിരിക്കും നമ്മൾ സിവിൽ മാരേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നോട്ട് ഫോർ ഓൺലി എന്താണ് ലവേഴ്സ്. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ലവ് ചെയ്തിട്ട് വെഡ്ഡിങ് ചെയ്യുന്നവരാണ് അധികം രജിസ്റ്റർ മാരേജ്, അല്ലാത്ത ഉണ്ട് കേട്ടോ, ബട്ട് പ്രോബബ്ലി കുറവാണ്. അപ്പോൾ ഇത് ഇനി ട്രെൻഡാകാൻ പോവും എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ എക്സ്പെൻസ് ചെയ്തിട്ട് ഭയങ്കര അധികം ആർഭാടം കാണിച്ചിട്ടാണ് പൊതുവെ ഇപ്പം നമ്മൾ വെഡ്ഡിങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിഷ്ടമില്ലാത്ത കുറച്ചുകൂടി എന്താ പറയുക എസ്തെറ്റിക്കായി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെഡ്ഡിങ് ആണിത്. അപ്പം നമ്മൾ രജിസ്റ്റർ മാരേജ് ഒന്ന് സൈൻ ചെയ്യുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദെൻ ഒരു ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുക്കുന്ന, പിന്നെ നല്ലൊരു എന്താണ് ഫോട്ടോഷൂട്ട്. ശരിക്കും നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ മെയിൻ പേർപ്പസ് അറിയുന്നത് നല്ല വീഡിയോസ് കിട്ടുക, ഫോട്ടോസ് കിട്ടുക, പിന്നെ കുറച്ച് ആൾക്കാരെ അറിയിക്കാം നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളത്. ഈവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വലിയ സമയം വേണ്ട, ആൻഡ് മോർ ആൾക്കാരും വേണ്ട. അപ്പം നമുക്ക് വളരെ അധികം കാം ആൻഡ് പൊളൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെഡ്ഡിങ് ആണ് സിവിൽ മാരേജ്. അപ്പോൾ ഫോർ ബ്രൈഡ്സ് ആയാലും ഗ്രൂംസ് ആയാലും ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, കുറച്ചുകൂടി വൈബായിരിക്കും അല്ലേ? ഈ എല്ലാവരും ആൾക്കാരൊക്കെ വിളിച്ച് ഭയങ്കര അധികം എന്താ പറയുക സ്ട്രെസ്സായിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതും വളരെ പീസ് ആൻഡ് കാം ആയിട്ട് രജിസ്റ്റർ മാരേജിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ഡിന്നർ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നല്ലൊരു ഫോട്ടോഷൂട്ട് ഓൺ ബീച്ച്. അല്ലെങ്കിൽ ഇതിൻ്റെ സുഖം എന്താണെന്ന് പറയുക, നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും എടുക്കാം. കാരണം നമുക്ക് ഓൾറെഡി ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല മാരേജിന്. അപ്പോൾ എവിടെ പോയിട്ടും നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാം. ആൻഡ് ഇപ്പോൾ റെൻ്റൽസൊക്കെ അവൈലബിൾ ആണ്. സോ ഡ്രസ്സും ഓർണമെൻറ്റ്സും റെൻ്റൽസിന് എടുത്തിട്ട് നല്ലൊരു ഫോട്ടോസും വീഡിയോസ് ചെയ്യുന്നതല്ലേ അടിപൊളി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കല്യാണത്തിന് എനിക്ക് ചെയ്തൂടെ. എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പാരൻസ് ഒട്ടും താല്പര്യമില്ലാത്തൊരു കല്യാണമായിരുന്നു ആ ടൈപ്പ് ഓഫ് കല്യാണം. ആൻഡ് നമ്മളെപ്പോഴും നമ്മളെ പാരൻസിൻ്റെ ഫീൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസേൺ ചെയ്യണം. ഇഫ് യുവർ പാരൻസ് ആർ റെഡി ഫോർ ദിസ്, ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ബൈ.